ജനപ്രതിനിധികളുടെ യാത്രാ ചെലവുകൾക്ക് കടിഞ്ഞാണിട്ട് ഓസ്ട്രേലിയ. ജനങ്ങളുടെ നികുതിപ്പണം നേതാക്കൾക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്ന നയത്തിന്റെ തുടർച്ചയായാണ് നടപടി. പുതിയ ഭേദഗതികളുടെ വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്ന് ക്രിസ്റ്റീന ബെന്നി ചേരുന്നു. റിപ്പോർട്ടിലേക്ക്. പുതുവർഷം മുതൽ ഓസ്ട്രേലിയയിലെ എംപിമാർക്കും ജനപ്രതിനിധികൾക്കും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുള്ള വിമാനയാത്രയിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ജനങ്ങളുടെ നികുതിപ്പണം ദൂർത്തടിക്കുന്നു എന്ന വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി പാർലമെന്റ് അംഗങ്ങളുടെ ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. ഈ നിർദ്ദേശമനുസരിച്ച് ജനപ്രതിനിധികൾക്ക് സ്വന്തം സംസ്ഥാനത്തു നിന്നും തലസ്ഥാനത്തേക്ക് മാത്രമായിരിക്കും വിമാനയാത്ര സൗജന്യമായിരിക്കുക. വർഷത്തിൽ 3 തവണ ഓസ്ട്രേലിയയിൽ എവിടേക്കും സൗജന്യമായി വിമാനയാത്ര നടത്താം എന്നുള്ള ആനുകൂല്യം എടുത്തുകളയാനും സാധ്യതയുണ്ട്. കുടുംബ സന്ദർശനത്തിനായി ഇനി എക്കണോമിക് ക്ലാസ്സിലായിരിക്കും വിമാനയാത്ര നടത്തുക. പരിപാടിയിൽ സംബന്ധിക്കാൻ യാത്ര ചെയ്യുമ്പോൾ സംഘാടകരുടെ പ്രത്യേക ക്ഷണമുണ്ടെങ്കിൽ മാത്രമേ പങ്കാളിയെ കൊണ്ടുപോകാനാകൂ. ചുരുക്കി പറഞ്ഞാൽ ജനപ്രതിനിധികൾ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുള്ള വിമാനയാത്രകൾ, വിനോദസഞ്ചാരങ്ങൾ ഇവ തടയുന്നതിന് വേണ്ടിയാണ് പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സ്പോർട്സ് ചുമതല കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയും ഭർത്താവും സ്വദേശത്തും വിദേശത്തുമായി നടത്തിയ യാത്രകളുടെ ചെലവ് വലിയ തർക്കമായിരുന്നു. അതിൻ പ്രകാരം മന്ത്രി ചെലവിന്റെ ഒരു വലിയ ഭാഗം തന്നെ തിരിച്ചടിച്ചു. ഇത് ഒരു വലിയ ചർച്ച ഏറ്റുവാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നീക്കം. ഓസ്ട്രേലിയയിലെ എല്ലാ ജനപ്രതിനിധികളും ഓസ്ട്രേലിയൻ മാതൃക പിന്തുടരണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു. സ്വദേശത്തും വിദേശത്തുമായി കുടുംബമായി യാത്ര ചെയ്യുന്ന നമ്മുടെ ജനപ്രതിനിധികൾ ഈ മാതൃക പിന്തുടരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ മാതൃക പഠിക്കാനായി അവർ ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓസ്ട്രേലിയയിൽ നിന്നും ഷാജി ഫ്രാൻസിസിനൊപ്പം ക്രിസ്റ്റീന ബെന്നി, 24 ന്യൂസ്.